നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളക്കടലക്കറി ഉണ്ടാക്കിയാലോ. അതും തേങ്ങ ചേർക്കാതെ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളക്കടല 6 മണിക്കൂർ കുതിർച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒരു 6 വിസിൽ വേവിക്കുക. ഇനി ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ഏലക്ക, 2 കഷ്ണം പട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ചേർത്തിട്ട് നമ്മൾ ചതച്ച മസാല ഇതിലേക്ക് ചേർത്ത് പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് 1 സവാളയും അതേപോലെ തന്നെ 8-10 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് പച്ചമണം മാറുമ്പോൾ നമ്മുടെ വേവിച്ച കടല ചേർത്തിട്ട് ഒരു 8-10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ടിനും ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്